है बजा शीवे तस्लीम में मशहूर है हम, किस्से दर्द सुनाते हैं कि मजबूर है हम, साज खामोश हैं फरियाद से मामूर है हम, नाला आता है अगर लब पे तो माजूर है हम। ए खुदा शिकवे अरबाबे वफा भी सुन ले, खूगर हम्द से थोड़ा सा गिला भी सुन ले। സത്യം, ആത്മാർപ്പണത്തിൽ ഞങ്ങൾ പ്രസിദ്ധർ തന്നെ. എങ്കിലും നോവിൻ്റെ സങ്കടം പറയാൻ ഞങ്ങൾ നിർബന്ധിതരാണ്. ഞങ്ങൾ നിശബ്ദരല്ലെങ്കിൽ ഹൃദയം നെടുവീർപ്പിനാൽ മുഖരിതമാണ്. ചുണ്ടുകൾ വിലപിക്കുന്നുവെങ്കിൽ നിസ്സഹായരാണ് ഞങ്ങൾ. അല്ലാഹുവേ, എളിയ അടിമകളുടെ ഈ പരാതി കേൾക്കണേ. നിന്നെ പ്രകീർത്തിക്കുന്നവരുടെ ആവലാതിക്ക് നീ ചെവിയോർക്കണേ നാഥ. സത്യദീനിന്റെ സമുദ്ധാരണത്തിന് നിയോഗിതരായ ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ. അള്ളാഹുവിന്റെ അടിമയായി ഭൂമിയിൽ ജീവിക്കുക എന്നതാണ് അവരുടെ ദൗത്യമെന്നുള്ളത്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കാൻ അവർ ബാധ്യസ്ഥനാണ്. ജീവിതം അള്ളാഹുവിന് അർപ്പിക്കുക എന്ന മഹത്തായ ദൗത്യത്തിന് ചരിത്രത്തിൽ എക്കാലവും മുസ്ലിങ്ങൾ സന്നദ്ധരായിരുന്നു. അർപ്പണ ജീവിതത്തിന്റെ മഹിത മാതൃക നൽകിയ ചരിത്രവീഥികൾ ഏറെയുണ്ട്. എന്നിട്ടും വേദനയുടെ കഥകൾ മാത്രമാണ് അവർക്ക് അയവിറക്കാനുള്ളത്. സമർപ്പണത്തിന്റെ മഹത്തായ സന്ദേശമാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ചത്. ആറ്റുനോറ്റ് കിട്ടിയ പൊന്നോമന മകനെ അള്ളാഹുവിനു വേണ്ടി ബലി നൽകാൻ സ്വപ്ന ദർശനമുണ്ടായപ്പോൾ അമാന്തിച്ചു നിൽക്കാതെ മകനെയും എടുത്ത് മഹാനവറുകൾ പുറപ്പെട്ടു. പുണ്യ റസൂലിന്റെ കാലഘട്ടം കൊണ്ട് തുടങ്ങുന്ന ഇസ്ലാമിന്റെ സമ്പൂർത്തീകരണത്തിന് ശേഷവും ആ ചരിത്ര സന്ദേശം നിലക്കുന്നില്ല. അത് തന്നെയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രചരിപ്പിച്ചത്. അള്ളാഹു പറയുകയാണ്, ശുദ്ധ മനസ്കരനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃക നിങ്ങൾ പിന്തുടരുക. ബദറും ഉഹുദും നൽകിയ സന്ദേശങ്ങൾ ചരിത്രത്തിൽ നിന്നിപ്പോഴും മാഞ്ഞുപോയിട്ടില്ല. അതിൻ്റെ അലയൊലികൾ വിശുദ്ധ ദീനിനെ ഇപ്പോഴും സർവാംഗീകൃതമാക്കുന്നുണ്ട്. സമർപ്പണത്തിന്റെ പാതയിൽ ഇതുകൊണ്ടൊക്കെയും ഇസ്ലാം ഏറെ പ്രശസ്തമാണ്. ഉള്ളതുകൊണ്ട് സംതൃപ്തനാവലും സർവേശ്വരന്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങലുമാണല്ലോ മുസ്ലിമിന്റെ ധർമ്മം. അതിന് തടസ്സം നിൽക്കുന്ന ശക്തികളൊക്കെ വകഞ്ഞു മാറ്റേണ്ടതുണ്ട്. സർവാർപ്പണത്തിന്റെ മാർഗത്തിലിറങ്ങി തിരിച്ച പണ്ഡിതരും സൂഫികളും അടങ്ങുന്ന മുസ്ലിങ്ങൾ മുസ്ലിം സംസ്കാരത്തെ ഏറെ പ്രഫുല്ലമാക്കി. ഇക്കാരണത്താലൊക്കെ മുസ്ലിങ്ങളെ അള്ളാഹു ഏറെ പരിഗണിക്കണമെന്ന ധ്വനിയാണ് ഇഖ്ബാലിന്റെ തുടർന്നുള്ള വരികളിൽ അനാവൃത്തമാവുന്നത്. ആ പരിഗണന ഇല്ലാത്തതുകൊണ്ടാണ് നൊമ്പരത്തിന്റെ പരിദേവനം അള്ളാഹുവിന് സമർപ്പിക്കാൻ ഇഖ്ബാൽ തുനിയുന്നത്. എന്നും നിശബ്ദമായിരിക്കാൻ ഞങ്ങൾക്കാവില്ലെന്ന് ഇഖ്ബാൽ ആത്മഗതം കൊള്ളുന്നു. വാദ്യോപകരണങ്ങൾ നിശബ്ദമായിരിക്കുമല്ലോ, ആരെങ്കിലും എടുത്തു ഉപയോഗിക്കുമ്പോഴല്ലേ അത് വാചാലനമാകുന്നത്. അപ്രകാരമുള്ള വാദ്യോപകരണങ്ങളല്ല ഞങ്ങൾ. വിലാപങ്ങളും പീഡന കഥകൾ ഹൃദയത്തിൽ തളം കെട്ടി നിൽക്കെ അത് പറയാതിരിക്കാനാവില്ല. ദുഃഖാർത്ഥമായ കഥന കഥകൾ പേമാരി പോലെയാണ് പെയ്തുറങ്ങുന്നത്. മുസ്ലിം ലോകത്തിന്റെ വർത്തമാനം ഒട്ടും ശോഭനമല്ല. അവരുടെ അധരങ്ങളിൽ നിന്നുതിർന്നു വീഴുന്ന പരാതികളാണിത്. എല്ലാത്തിനും മാപ്പു സാക്ഷിയാണ് അള്ളാഹു. അവന്റെ കെളിമയെ ഉയർത്തിയവരെ ഉയർത്തുകയും വാഗ്ദാനങ്ങൾ പാലിക്കുകയും വേണം. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമം ഉയർത്തിപ്പിടിക്കാൻ ആരും ഇവിടെ അവശേഷിക്കുന്നില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും അവനെ നമിക്കുന്നവരുമാണ് മുസ്ലിമീങ്ങൾ. അള്ളാഹുവിന് നൽകിയ കരാർ അംഗീകരിച്ച കാരണത്താലാണ് ചരിത്രം പ്രശോഭിതമായത്. വിപ്ലവത്തിന്റെ ധ്വജവാഹക വീഥികൾ സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ട് മാത്രമാണ്. അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നവരും അവന്റെ നാമത്തിൽ ആരംഭിക്കുന്നവരും അവനു വേണ്ടി ജീവിക്കുന്നവരുമാണ് മുസ്ലിങ്ങൾ. നിസ്കാരത്തിൽ അവനിലേക്കാണ് മുഖം തിരിക്കാറുള്ളത്. ജീവിതവും മരണവും അവനിക്ക് തന്നെ. മുസ്ലിങ്ങൾ അവിശ്വാസികളും ധിക്കാരികളുമല്ല. എന്നാൽ അവർക്ക് ആവലാതി പറയേണ്ടി വന്നു. എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അള്ളാഹു.
പ്രകീർത്തനങ്ങൾ കേൾക്കാറുള്ള അവൻ അവരുടെ പരാതികളും കേൾക്കണം. ഈ പരാതിക്ക് പരിഹാരം കിട്ടണം. അതാണ് ഇക്ബാലിന്റെ ഹൃദയത്തെ വികാരനിർഭരമാക്കുന്നത്.